രഞ്ജിത്ത് പറയുന്നു നാക്കെടുത്താൽ നുണ മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവിനെ മാറ്റി ക്രെഡിബിലിറ്റി ഉള്ള ആരെങ്കിലും വെക്കണം എന്ന് പറയുന്നുണ്ട്. രാജേഷ് കുമാർ പറയുന്ന നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു അത് എവിടെയായിരുന്നു ചർച്ചയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച് അവിടെയായിരുന്നു ചർച്ചയിൽ ചേരാതെ ഓടുന്നവരാണ് ഇപ്പോൾ പുറത്ത് പട്ടിഷോ കാണിക്കാൻ വിളിക്കുന്നത്. നിയമസഭയിൽ പിന്നെ ഈ സതീശനും ടീമും എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ജെയ്സൺ പറയുന്നു സ്ഥാനാർത്ഥികൾ തമ്മിൽ സംവാദം വേണം. മുഖ്യമന്ത്രി ആശുപത്രിയിൽ കയറും എന്ന് കരുതി അല്ലാതെയും തലയൂരാം എന്ന് തെളിയിച്ചു എന്നൊക്കെയാണ് കമന്റ്. സ്ഥാനാർത്ഥികൾ തമ്മിലും സംവാദം വേണം. മുഖ്യമന്ത്രി ആശുപത്രിയിൽ കയറുമെന്ന് കരുതി അല്ലാതെയും തലയൂരാം എന്ന് തെളിയിച്ചു. അതായത് ഫേസ്ബുക്കിൽ സംവാദം നടത്താമെന്ന് പറഞ്ഞല്ലോ, അതായത് നേരിട്ടുള്ള സംവാദം നടത്താന്ന് പറഞ്ഞല്ലോ, അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ല, എന്തായാലും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദം എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ഇപ്പൊ ഇലക്ഷനും കൂടെ ആയതുകൊണ്ട് എനിക്കൊന്ന് നടന്ന സംവാദം അബിൻ വർക്കിയുടെയും വീണ ജോർജിന്റെയും പ്രസ് ക്ലബിന്റെ, എനിക്കൊന്ന് പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ ഒക്കെ അവിടെ വെച്ച് നടന്ന പരിപാടി. അപ്പൊ അതില് സത്യം പറഞ്ഞാൽ NDA സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് വീണ ജോർജിന്റെയും അബിൻ വർക്കിയുടെ തന്നെ. അബിൻ വർക്കി അന്ന് ഗുരുതരമായ കുറേ ആരോപണങ്ങൾ പറയാലോ, ഏറ്റവും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് നടന്ന ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന്. അതെ 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 അതെ. മാത്രമല്ല വീണ ജോർജിന് അന്ന് അടിപറ്റിയതടക്കമുള്ള കാര്യങ്ങൾ എടുത്തിടുന്നുണ്ടായിരുന്നു. ആലോചിക്കണം, വീണ ജോർജ് തൊട്ടടുത്ത് ഇരുന്നിട്ടാണ് ഈ സാധനങ്ങൾ മൊത്തം ആരോപിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വിവാദം നടന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്, കത്രിക കുടുങ്ങിയത് അങ്ങനെ. അപ്പം ഇതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് അബിൻ വർക്കി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ തിരിച്ച് പറയുകയാണെങ്കിൽ വീണ ജോർജ് പറയുന്നത് വികസനങ്ങൾ, അവരുടെ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസനങ്ങളും കാര്യങ്ങളും. ഇപ്പം അവർ പറയുന്നത് ആറന്മുളയിലെ അടിസ്ഥാന സൗകര്യം, ജില്ലാ സ്റ്റേഡിയം, പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് എന്നിവയിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഊന്നി വെച്ച്, അതായത് അവരുടെ ഒരു സംവാദം അതിലൂന്നിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള സംവാദങ്ങൾ നല്ലതാണ്.